അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 8ാമത്തെ ഭാഗമാണ് നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിന്റെ മുമ്പുള്ള 7 ഭാഗങ്ങളും കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. ഒരു ചെറിയ വിശദീകരണത്തോടു കൂടെ നിസ്കാരത്തിനെ മനസ്സിലാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നിസ്കാരത്തിന്റെ 2 ഫർളുകളാണ് ഈ 7 ഭാഗങ്ങളിലായി നാം ചർച്ച ചെയ്തത്. 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം. 8ാമത്തെ ഭാഗത്തിൽ ആരംഭിക്കുന്നത് ഖിയാം എന്നതാണ്. ഖിയാം എന്നാൽ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ആളുകളും നിന്ന് നിസ്കരിക്കാൻ അവർക്ക് വലിയ പ്രയാസമായിരിക്കും. അത് കാരണമായി വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ തന്നെ അവർക്ക് ഇരിക്കണം എന്നൊരു താല്പര്യമുള്ളത് പോലെ ചില ആളുകളുടെ ഇരുത്തത്തിലെങ്കിലും കാണാറുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് നിന്ന് നിസ്കരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് സാധിക്കും. കിതാബുകളിൽ പറയുന്നത് അൽ ഖിയാമു ലിൽ ഖാദിരി അലൈഹി ബിനഫ്സിഹി ഔ ഗൈരിഹി മിൻ മുഈനിൻ ഔ ഉക്കാസത്തിൻ എന്നാണ്. നിസ്കാരം അർത്ഥം സഹിതം പഠിക്കുന്ന ഈ ക്ലാസ്സിൽ അറബി പറയുന്നത് അതിന്റെ അർത്ഥം കൂടി ഞാൻ വിവരിച്ചുകൊണ്ടാണ്. അൽ ഖിയാമു ലിൽ ഖാദിരി അലൈഹി നിൽക്കാൻ കഴിവുള്ളവൻ നിന്നുകൊണ്ട് നിസ്കരിക്കൽ ബിനഫ്സിഹി സ്വന്തം നിലക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ സ്വന്തമായി നിന്നുകൊണ്ട് നിസ്കരിക്കൽ, ഔ ഗൈരിഹി അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടെ നിൽക്കാൻ കഴിയുമെങ്കിൽ നിന്ന് നിസ്കരിക്കൽ, മറ്റൊരാൾ എന്നാൽ മിൻ മുഈനിൻ ഔ കാസത്തിൻ ഒന്നുകിൽ മറ്റൊരു മനുഷ്യന്റെ സഹായവുമായി നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിൽക്കൽ, അല്ലെങ്കിൽ ഒരു വടി കുത്തിപ്പിടിച്ചുകൊണ്ട്, അതാണ് ഉക്കാസ, നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിൽക്കൽ. പക്ഷേ ഇവിടെ ഒരു വ്യക്തിയുടെ സഹായം കൊണ്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞത് അയാൾക്ക് ഓരോ റക്അത്തിലും ഒരു റക്അത്ത് കഴിഞ്ഞാൽ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കാൻ പ്രയാസമുണ്ട്, അതിനൊരാളെ സഹായം വേണം. എന്നാൽ സാധാരണ കൂലി കൊടുത്താൽ ഒരാളെ കിട്ടും. കൂടുതൽ പറയാതെ സാധാരണ നിലക്കുള്ള ഒരു കൂലി കൊടുത്താൽ അയാളെ ഒരു റക്അത്ത് കഴിഞ്ഞാൽ 2ാം റക്അത്തിലേക്ക് എഴുന്നേൽപ്പിച്ച് നിർത്താൻ കിട്ടുമെങ്കിൽ അങ്ങനെ കൂലി കൊടുത്ത് അയാളെ സഹായത്തോടുകൂടെ നിന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കിതാബുകളിൽ അങ്ങനെയാണ് വിവരിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെയല്ല, ഒരാൾ നിന്നാൽ ആ നൃത്തം തന്നെ സ്ഥിരമായി അവിടെ നിൽക്കണമെങ്കിൽ മറ്റൊരാളെ സഹായം വേണം, ഒരാളെ പിടിക്കണം. എല്ലാ റക്അത്തിലും ഒരാൾ ഇങ്ങനെ പിടിക്കണം, അല്ലെങ്കിൽ ആദ്യത്തെ റക്അത്തിൽ മുഴുവനും ഒരാളെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരാളുടെ സഹായം കൊണ്ട് നിൽക്കണം എന്നില്ല. എന്നാൽ വടിയുടെ സഹായം കൊണ്ടാണെങ്കിൽ അത് ഒരു റക്അത്തിൽ നിന്ന് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കാൻ വേണ്ടിയാണെങ്കിലും എഴുന്നേറ്റതിന് ശേഷം നൃത്തം സ്ഥിരമായി നിൽക്കണമെങ്കിൽ അയാൾക്ക് വടി വേണമെങ്കിലും രണ്ടിനും അയാൾ ആ വടി ഉപയോഗിച്ചു കൊണ്ട് നിന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ്. ഈ പറഞ്ഞത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ഫിഖിന്റെ കിതാബിൽ ഉള്ളത്
സാധാരണക്കാരായ ആളുകളിലേക്ക് എത്താൻ സാധ്യത കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള ചാനലുകളിൽ ഇത് വിവരിക്കുമ്പോൾ വളരെ വ്യക്തമായി ഇത് മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ്. എന്റെ ഫോൺ നമ്പർ 9846479614. ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നത് ആണ്. അപ്പൊ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കണം എന്ന് പറഞ്ഞത് അയാൾ നല്ല ആരോഗ്യമുള്ളപ്പോ സ്വന്തം നിലക്കിങ്ങനെ നിൽക്കാൻ കഴിയുമെങ്കിൽ നിൽക്കുക എന്ന് മാത്രമല്ല, ഓരോ റക്അത്തിൽ അയാൾക്ക് നിൽക്കാൻ കഴിയും. പക്ഷേ രണ്ടാം റക്അത്തിലേക്ക് പോയാൽ പിന്നെ രണ്ടാം റക്അത്തിൽ നിൽക്കണമെങ്കിൽ ഒരാളെ സഹായം വേണം, എഴുന്നേൽക്കണമെങ്കിൽ. എന്നാൽ ഒരാളെ സാധാരണ പ്രതിഫലം നൽകിക്കൊണ്ട് അയാൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നിർബന്ധമാണ് എന്ന് ഫിഖ്ഹിന്റെ പ്രബലമായ കിതാബുകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വടിയുടെ സഹായമാണെങ്കിൽ ഒരു റക്അത്തിൽ പൂർണ്ണമായി നിൽക്കാൻ വടി ആവശ്യമാണ്. വെറും ഒരു റക്അത്തിൽ നിന്ന് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേൽക്കാൻ മാത്രമല്ല, എന്നാലും വടി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കൽ നിർബന്ധം. അതേസമയം ഒരു റക്അത്തിൽ നിന്ന് മറ്റൊരു റക്അത്തിലേക്ക് എഴുന്നേൽക്കാനല്ല, ആദ്യം മുതൽ തന്നെ നമസ്കാരം കഴിയുന്നത് വരെ ഒരാളുടെ സഹായം കൊണ്ടേ നിൽക്കാൻ കഴിയുമെങ്കിൽ അയാൾ നിന്ന് നിസ്കരിക്കൽ നിർബന്ധമില്ല. അയാൾക്ക് ഇരുന്ന് നിസ്കരിക്കാം. അയാൾക്ക് ഒരാളെ കൂലിക്ക് അഥവാ പ്രതിഫലം നൽകി വെക്കേണ്ട ആവശ്യം ഇല്ല. ഇതാണ് ഈ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ ഫിഖ്ഹിന്റെ പ്രബലമായ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഖിയാം അഥവാ നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക എന്നതാണ് നിസ്കാരത്തിന്റെ ഫർദിന്റെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ഫർദ്. കാരണം നിസ്കാരത്തിന്റെ ദിക്റുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ പാരായണം ചെയ്യുന്നത് നൃത്തത്തിലാണ്. അതുകൊണ്ടാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഫർദ് ഖിയാമാണെന്ന് പറയാൻ കാരണം. പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് സുജൂദാണ്, പിന്നീട് റുകൂഅാണ്, പിന്നീട് മറ്റ് ഫർളുകളും ആണ്. അപ്പൊ നമസ്കാരത്തിന്റെ ഫർദിൽ നിന്ന് മൂന്നാമത്തെ ഫർദ് ഖിയാം ആണ്. റുകൂഇലേക്ക് കുനിയുന്നത് പോലെ മുന്നിലേക്ക് ചെരിഞ്ഞുകൊണ്ട് കുനിഞ്ഞുകൊണ്ട് നിൽക്കാൻ പാടില്ല. അതേ അഖ്റബു റുകൂഇലേക്ക് ഏറ്റവും അഖല്ലു റുകൂഅ് ഏറ്റവും കുറഞ്ഞ റുകൂഇന്റെ അതിർത്തിയിലേക്ക് അങ്ങോട്ട് എത്തുന്ന രീതിയിലാണ് നിന്നത് എങ്കിൽ നല്ല നിലയിൽ നിൽക്കാൻ സാധിക്കുന്നവൻ അങ്ങനെ നിന്നാൽ അവന്റെ നമസ്കാരം സഹിയാവുകയില്ല. ഇനി വലതു ഭാഗത്തേക്കോ ഇടതു ഭാഗത്തേക്കോ ചാഞ്ഞുകൊണ്ട് നിൽക്കാനും പറ്റുകയില്ല. നേർന്ന് റെഡിയായ നിലക്ക് അവന്റെ മുതുവലില് നേർന്നു നിൽക്കുന്ന രീതിയിൽ നിൽക്കൽ നിർബന്ധമാണ്. സുന്നത്ത് നമസ്കാരത്തിന് ഇതില്ല. ഇതുകൊണ്ട് തന്നെയാണ് നമസ്കാരത്തിന്റെ ഫർദിൽ നിന്നും മൂന്നാമത്തെ ഫർദ് ഖിയാമാവാൻ കാരണം. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം ആളുകൾക്കൊക്കെ വലിയ ധൃതിയുള്ള സമയമാണ്. എല്ലാവരും ബിസിയാണ്. ഇതിനൊന്നും സമയം കളയാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് ഒരു സംശയത്തിന്റെ മറുപടി കൂടി പറഞ്ഞ് ഈ ക്ലിപ്പ് അവസാനിപ്പിക്കുകയാണ്. 8ാമത്തെ ഭാഗം. അതെന്താ? നിസ്കാരത്തിന്റെ ഫർളുകളിൽ നിന്ന് മൂന്നാമത്തെ ഫർളാണ് ഖിയാം. 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം. ഇവിടെ ഒരു ചോദ്യം, ഒന്നാമത്തെ ഫർളല്ലേ ഖിയാം ആക്കേണ്ടത്? കാരണം ആദ്യം നിയ്യത്ത് ചെയ്തിട്ട് വന്നിട്ട് പിന്നെ നിൽക്കലല്ലോ. ആദ്യം എന്താ ചെയ്യാ? നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും, പിന്നെ നിയ്യത്ത് ചെയ്യുകയും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുകയും ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പൊ ഒന്നാം ഫർള് ഖിയാം ആവേണ്ടതല്ലേ? എന്തുകൊണ്ട് മൂന്നാമതാക്കി എന്ന് ചോദിച്ചാൽ, ഖിയാം എന്ന ഫർദിനേക്കാൾ ഖുവ്വത്ത്, ശക്തി, നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം എന്നീ 2 ഫർദിനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ മുന്തിച്ചു. എങ്ങനെ ശക്തി കിട്ടി? ഖിയാം എന്നത് ഫർദിൽ മാത്രമാണ് നിർബന്ധമുള്ളത്. സുന്നത്ത് നിസ്കാരമാണെങ്കിൽ ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം,
വലതു ഭാഗത്തിന്റെ മേലിൽ ചെരിഞ്ഞു കിടന്നുകൊണ്ടും നിസ്കരിക്കാം. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുമ്പോൾ റുക്കവും സുജൂദും ഒക്കെ റെഡിയാ എന്നൊക്കെ ചെയ്യണമെങ്കിലും അത് അനുവദനീയമാണ്. അപ്പൊ സുന്നത്ത് നിസ്കാരത്തിൽ ഖിയാമ് ഫർളല്ല എന്നതുകൊണ്ട് ഖിയാമിന് അല്പം ശക്തി കുറഞ്ഞു. തക്ബീറത്തുൽ ഇഹ്റാമും നിയ്യത്തും അത് ഫർള് നിസ്കാരത്തിലും നിർബന്ധമാണ്, സുന്നത്ത് നിസ്കാരത്തിലും നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഖിയാമ് മൂന്നാമതായി ഫർള് എണ്ണുന്ന സമയത്ത് എണ്ണാനുള്ള കാരണം. എന്നാൽ നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം എന്നിവയൊക്കെ സഹിയാവണമെങ്കിൽ അതിന് ഖിയാമ് നിർബന്ധമാണ് എന്നതിന്റെ കൂടെ തന്നെ വിവരിക്കുന്നുണ്ട്. നൃത്തത്തിലായിരിക്കണം, അത് പൂർണ്ണമായി ഖിയാമത്തിൽ നൃത്തത്തിലാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നിസ്കാരം ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം എന്നതിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്ന ഹദീസ്, സഹിയ ഹദീസിൽ കാണാം, മൻ സ്വല്ല ഖായിമൻ, ആരെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ ഫഹുവ അഫ്ളു, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇത് സുന്നത്ത് നിസ്കാരത്തിനെ പറ്റിയുള്ള ഹദീസാണ്. വമൻ സ്വല്ല ഖായിദൻ, ആരെങ്കിലും ഇരുന്ന് നിസ്കരിച്ചാൽ ഫലഹു നിസ്ഫു അജ്രിൽ ഖായിമി, അവനിക്ക് നിന്ന് നിസ്കരിച്ചവന്റെ പകുതി പ്രതിഫലമാണ്. പകുതി എന്ന് പറഞ്ഞാൽ കാരണം കൂടാതെയാണെങ്കിൽ, ഉദറുണ്ടെങ്കിൽ ഫുൾ പ്രതിഫലവും കിട്ടും. വമൻ സ്വല്ല നായിമ, ഒരാൾ ഇരുന്നു കൊണ്ട് കിടന്നുകൊണ്ട് നിസ്കരിച്ചാൽ, നായിം എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടെന്നാണ്, അതുകൊണ്ട് ഉദ്ദേശം കിടന്നുകൊണ്ട് നിസ്കരിച്ചാൽ ഫലഹു നിസ്ഫു അജ്രിൽ ഖായിദി, അവൻ ഇരുന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി പ്രതിഫലം ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദീനയിലേക്ക് ഹിജ്റ പോയ ഉടനെ ഹയാത്തു സ്വഹാബ എന്ന് പറയുന്ന കിതാബിൽ കാണാം, സ്വഹാബാക്കൾക്കൊക്കെ മദീനയിലേക്ക് ചെന്നപ്പോൾ പനിയും മറ്റ് അസുഖങ്ങളും ഉണ്ടായി, കാലാവസ്ഥയുടെ മാറ്റം കാരണം സ്വഹാബാക്കള് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഫർളുകളൊക്കെ പൂർണ്ണമായി നിന്ന് നിസ്കരിക്കുകയും സുന്നത്ത് ഇരുന്ന് നിസ്കരിക്കുകയും ചെയ്യുന്നതായിട്ട് കണ്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ഹദീസ് പറഞ്ഞത്, ആരോഗ്യമുള്ളവന് തന്നെ ഇരുന്ന് നിസ്കരിക്കാം സുന്നത്ത്, എങ്കിലും അതിന്റെ പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി പറഞ്ഞ ഹദീസാണിത്. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ 9ാമത്തെ ഭാഗം അടുത്തു തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. വളരെ വ്യക്തമായ നിസ്കാരത്തിനെ സംബന്ധിച്ച് പൂർണ്ണ വിവരമില്ലെങ്കിലും ഒരു സംക്ഷിപ്തമായ വിവരണം ഈ ക്ലിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ചാനലിൽ നിന്ന്. അതുകൊണ്ട് ഇത് എല്ലാവരും മറ്റുള്ളവർക്ക് കൈമാറണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും, ഈ അറിവിന് വേണ്ടി നിങ്ങൾ നൽകേണ്ട ഒരു കാര്യം ഇതിന് ലൈക്ക് നൽകുക എന്നതാണ് എന്നും പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. നാം ചെയ്യുന്ന ആരാധനകൾ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, മറ്റ് ബന്ധപ്പെട്ടവർ, ശിഷ്യന്മാരടക്കമുള്ളവരെ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരുടെയൊക്കെ ഖബറുകൾ സ്വർഗ്ഗ പൂന്തോപ്പാക്കി അല്ലാഹു മാറ്റട്ടെ. ആമീൻ. പല ആളുകളും പ്രാർത്ഥന വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിലുള്ള കമന്റ് മുഖേനയും മറ്റും അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കട്ടെ, പ്രയാസങ്ങൾ അല്ലാഹു നീക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.